ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്നിവിടെ കൊപ്പക്കായ നമുക്കിവിടെ വീട്ടിലില്ല കേട്ടോ. നമുക്കപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് വെക്കണേന്ന് കാണിക്കാമെന്ന് വെച്ചപ്പോൾ എല്ലാവർക്കും കൊപ്പക്കായ വെക്കണതൊക്കെ അറിയാം. പലതരത്തിൽ പയറിട്ട് വെക്കണതും സാധാ ഉപ്പേരി വെക്കണതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനിന്നൊരു പുതിയ ഒരു കൊപ്പക്കായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിതിപ്പോൾ സാധാരണ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെറിയ കട്ട് ചെയ്തിട്ടാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഉപ്പേരി വെക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ചീവിയിട്ട് നമുക്ക് കാബേജ് ചിക്കണ മാതിരി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കത് ചീവി എടുക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ നമ്മൾ ശരിക്കും നമുക്ക് കാബേജ് ഉപ്പേരി വെക്കണേൽ നന്നായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചീവെടുക്കാം കേട്ടോ. അല്ല ഇങ്ങനെ ചീവെടുത്തിട്ട് ഇതിന് കുറച്ച് ഇങ്ങനെ ഇതിൻ്റെ നീരുണ്ട് കേട്ടോ, നല്ലോണം നീരുണ്ട്. അപ്പോൾ ആ നീര് നമുക്ക് പിഴിഞ്ഞ് കളയാം. പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ ചിക്കണെങ്കിൽ നന്നായിട്ട് കുഴയാണ്ട് നല്ല ഇതിന് കിട്ടും കേട്ടോ. ഇപ്പം നല്ല രസമാണിത് ചിക്കിയിട്ടുണ്ടെങ്കിൽ. നമുക്ക് ഇവിടെ പിള്ളേരൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിള്ളേർക്ക് കൊടുക്കുന്നത് നല്ല കപ്പങ്ങ നല്ല ഇതാണല്ലോ, കുട്ടികൾക്കൊക്കെ നല്ലതാണ്, ക്രിമി ശല്യത്തിനും മറ്റുള്ളതിനൊക്കെ നല്ലതാണിത്. അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ എല്ലാവരും ഇതുപോലെ ചീവി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീര് കളഞ്ഞിട്ട് നമുക്ക് സാധാരണ ക്യാബേജിന് നമ്മൾ നാളികേരവും സവാള ഇല്ലെങ്കിൽ സാധാ ചെറിയ ഉള്ളി ഇട്ടിട്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് തിരുമ്പി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും നീരാണ് കേട്ടോ അതിന് കിട്ടിയത്. അപ്പോൾ അത് നമുക്ക് കളയാൻ ആവശ്യമില്ല അത്. അപ്പോൾ ബാക്കി ഇത് നമുക്ക് സാധാരണ നമ്മൾ ചിക്കണ മാതിരി തന്നെ എല്ലാവരും ഇതിലിട്ടിട്ട് നാളികേരവും പച്ചമുളകും ഉള്ളി ഇല്ലെങ്കിൽ സവാള നമുക്ക് എടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും വേപ്പില ഇട്ടിട്ട് നമുക്ക് തിരുമ്പിയിട്ട് കുറച്ച് നേരം വെക്കാം. ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ സാധാരണ കാബേജ് ചിക്കണ മാതിരി ചിക്കാട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ നാളികേരം ഇത് കൂട്ടി കുഴച്ച് വെക്കണതാണ് കേട്ടോ. ഇതിപ്പോൾ അല്ലെങ്കിൽ നമുക്കിത് ജാറിലിട്ടിട്ട് ഒതുക്കിയിട്ടായാലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നാളികേരം ഇട്ടിട്ട് എല്ലാവരും കൂടി കുഴച്ചിട്ട് വെക്കണതാണ്. അപ്പോൾ ഇങ്ങനെ ചട്ടി വെക്കുക, എന്നിട്ട് കടുകും ഉണക്കമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് മൂപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോഴും നമ്മൾ ചീവി വെച്ചേക്കണ കൊപ്പക്കായ ഇതിലിട്ടിട്ട് ചിക്കാട്ടോ. നന്നായിട്ട് ഒന്ന് ചിക്കിയിട്ട് മൂടിയിട്ടിട്ട് ആവിയിൽ വേവിക്കുക. നമ്മുടെ ക്യാമറക്ക് സാധാ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ക്ലിയർ കുറവുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മൾ ഞാനിപ്പോൾ എവിടെയും വെച്ചിട്ടല്ല, ഞാൻ എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചിട്ടാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാനും വേറെ ആരുമില്ല. പിന്നെ വെച്ച് എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനും അതിനൊരു സൗകര്യം ചെയ്തു തരാനും നമുക്കിപ്പോൾ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ക്യാമറമ്മക്ക് ആവി കയറിയിട്ടോന്ന് അറിയില്ല, ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ. അപ്പം അങ്ങനെ ഇത് ഒരുവിധം വേവായിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് ചിക്കിയിട്ട് ഒന്നും കൂടി ആവി തന്നെ കിടന്നിട്ട് ഒന്നും കൂടി ആവട്ടെ കേട്ടോ. അപ്പം നമ്മുടെ കൊപ്പക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ കമൻ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.